അപ്പൊ നമ്മള് പോവല്ലോ അടുത്ത ആഴ്ച? ഉറപ്പായിട്ട് പോകും. നീ സമയമാകുമ്പോ ഇവക്ക് എപ്പോഴും ഉള്ളതാ ഡാൻസ് ക്ലാസ് ഉണ്ട്, അതുണ്ട്. 2 ദിവസത്തേക്ക് ഞാൻ ഡാൻസ് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. പോരെ? പോണതൊക്കെ കൊള്ളാം. എന്തായാലും പോകുമ്പോ ഇവൻ വേണം, റൊണാൾഡോ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു, റൊണാൾഡോ കൂടെ കൊണ്ടുപോകണം. ഞാൻ വരുന്നില്ല, അമ്മാന്റെ വീട്ടിൽ. ഞാൻ വേണമെന്ന് ഇത്ര നിർബന്ധമായിട്ട് തങ്കം ക്ലീറ്റസ് പറയണമെങ്കിൽ എന്തോ ഒരു പണി എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് പണി? ഒന്നുകിൽ വയലിൽ കിടക്കുന്ന ചീനിക്കമ്പ് വെട്ടിക്കീവി മറ്റേ പെട്ടിയോട്ടക്കകത്ത് കൊണ്ടു. അതൊരു പണിയാണോ റൊണാൾഡോ? എന്തോ മനസ്സിൽ ഉദ്ദേശം ഉണ്ട്. അത് ഇത്ര നിർത്തോടെ വേണമെന്ന് പറയത്തില്ല. മക്കളെ അങ്ങോട്ട് വരാൻ നേരത്ത് ക്ലീറ്റസും കൂടെ കാണത്തില്ലേ? ദൈവത്തിനറിയാം അതിന്റെ കാര്യം. ടൂർ പോകുന്നല്ല എല്ലാരെ കൂട്ടി അമ്മാന്റെ വീട്ടിൽ പോയി. അമ്മയ്ക്ക് എല്ലാരും ഉള്ളതാ സന്തോഷം. എവിടെ പോണേ അതൊന്നും പറഞ്ഞ അവന് മനസ്സിലാവത്തില്ലേ മക്കളെ? അവന് ഉറ്റോരും വേണ്ട, ഒടയരും വേണ്ട, ആരും വേണ്ട, ഭാര്യയും വേണ്ട. അവന്റെ സ്വന്തം കാര്യം. ഞാൻ മറ്റേ അമ്മ തൊട്ടില്ലാത്ത കിടന്ന അനാഥനാണല്ലോ. അയ്യോ, ആരുമില്ല. അതെ, ഏട്ടൻ വന്നു. നിയമപാലകം വരുന്നുണ്ട്. അമ്മാന്റെ വീട്ടിൽ പോണ കാര്യം ചർച്ച. അവന്റെ ആ ദിവസം പോവായിരുന്നു, ഞായറാഴ്ച തന്നെ പോവായിരുന്നു അല്ലേ? ശരിയടാ, ചില വർത്താനം പറഞ്ഞിട്ട് പോവാം. അയ്യോ, ചിട്ടി അടിച്ചായിരുന്നു. ഓ, ബിരിയാണി വെക്കണം അങ്ങനെ ഉണ്ടെന്ന് വൈകിട്ട്. എന്താ വിളിച്ച് പറയുന്നത്? സർപ്രൈസ് ആയിക്കോട്ടെ കരുതി. ചിട്ടി അടിച്ചപ്പോ ഞാൻ വിളിച്ചു കയ്യിരുന്ന പൈസ ചെലവായി പോടി. സത്യം, ബാങ്കിൽ കൊണ്ടുവന്നിട്. അതെ, അല്ല ഇതൊരു അസറ്റ് ആയിക്കോട്ടെ കരുതി ഞാൻ ഇവക്കൊരു മാല മേടിച്ചായിരുന്നു. നോക്കടി. കോണടി കോണടി. എന്റെ ആങ്ങളെയാണോ ഭേദം നിന്റെ ആങ്ങളെയാണോ? അതെന്റെ എവിടെ നോക്കട്ടെ. കയ്യിരുന്നാലേ പൈസ അങ്ങ് പല ആവശ്യങ്ങൾക്ക് എടുത്തു. യോ കയറ് വിരിയൻ. അടിപൊളി. എന്റെ പൊന്നെ, എന്റെ നോക്കട്ടെ. ഇത് പവനാണ് കാര്യം. കൊള്ളാം, നല്ല ഡിസൈനാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പണി നല്ല രസമുണ്ട്. നല്ല നല്ലതായിട്ടിടാം. മറ്റേ സൂപ്പർ ഡിസൈൻ, കാലക്ക് നല്ലതാ. ഈ ലോക്കറ്റ് ഈ ലോക്കറ്റ് എടുത്ത് അമ്മ. എന്റെ മാല പൊട്ടി ഒട്ടിച്ചും പഴഞ്ചനായി. അമ്മയ്ക്ക് ഒരു മാല വാങ്ങിച്ചരണമെന്ന് ആർക്കും ഒരു വിചാരവും ഇല്ല. ഒരു വളയുണ്ടായിരുന്നത് ക്ലീറ്റസ് വാങ്ങിച്ച് പണയം വെച്ചിട്ട് മാസങ്ങളായി. മാറ്റെടുത്തു കാലും വയ്യ. വന്നാ നീ? എന്തായടാ അമ്മ? പടികത്തിലെ തലവനോട്ട് മുഖം വീർപ്പിച്ചൊടുക്കണം. കലം വെച്ചപ്പോഴും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, വാ തുറന്നൊരു അക്ഷരം പറയുന്നില്ല. തന്നെ ഇങ്ങനെ പടങ്ങേണ്ട കാര്യം എന്ത്? ദില്ലി പെണ്ണാണ് മേടിച്ചു കൊടുത്തത് സ്വന്തം ഭർത്താവ് കലം വച്ചും. അതിനിങ്ങനെ ഉച്ചക്കറി കൊടുക്കേണ്ട കാര്യം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ അമ്മയെക്കാണ്ട് ഒരുപാട് ഭേദം എൻ്റെ റോസ്മേരിയുടെ അമ്മച്ചി. എന്തോ എങ്ങനെ? നീ എത്ര നാളായിട്ടാ റോസ്മേരിയുടെ വീട്ടിൽ പോയിട്ട്? അത് എന്തുകൊണ്ട് അമ്മ കാണുമ്പോ ജോലിയും കൂലിയും ഇല്ലാത്തവൻ നിന്നോട് പറയണോണ്ടല്ലേ? അല്ലേ? അപ്പൊ അവരെ വെച്ചിട്ട് എന്റെ അമ്മേനെ താരതമ്യം ചെയ്യണ്ട. ക്ലീറ്റോ ഒരു ജോലിക്കും കൂലിക്കും പോവാതിരുന്നാലും ആ പാവം പിടിച്ചത് ക്ലീറ്റോ പട്ടിണിക്ക് പാടിയിരിക്കുവാണെങ്കിൽ കയ്യിലുള്ള നുള്ളി പറക്കി കൊടുക്കും. നിന്റെ അമ്മയമ്മ തരുമോ? അത് ക്ലീറ്റോ ചോദിച്ചോണ്ടുള്ള സ്നേഹം കൊണ്ടല്ല, കളഞ്ഞിട്ട് പോവല്ലോ മോളെ എന്നോർത്തുള്ള ഒരു തകതാപം കൊണ്ട് ഇരിക്കത്തില്ല. അല്ല അങ്ങനല്ല. ഇവിടെ തമ്മന്ന സൂപ്പർ. എന്നാലും ഇത്ര കുണ്ടക്കറ് വേണ്ടായിരുന്നു. എടാ, പ്രായമായി അമ്മയ്ക്ക് എത്ര വയസ്സായെന്ന് വിചാരിച്ചാ? അമ്മയുടെ മാല വിളക്കിച്ച് ഒരു പരുവായി. ഞാനും ഓർത്തു അത്. അപ്പൊ അതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. പ്രായവരെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ വിഷമിക്കില്ലേ? പിന്നെ വിഷമിക്കൂലേ? റൂമിലോട്ട് കയറി പോകുന്നുണ്ട്, എന്തോ കാര്യഗൗരവമായ ചർച്ചകൾ. അമ്മയും ഞാനുമായിട്ട് വഴക്കില്ലല്ലോ, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാലോ. ശരിയാ, നെല്ലിപ്പണ്ണ അന്യ വീട്ടിൽ നിന്ന് വന്നതല്ല, അവളോട് കയറുവൊക്കെ കാണിക്കാമല്ലോ. അയ്യോ, അവളെ അമ്മ പോരൂത്തി അങ്ങ് ഇവിടെ ഇല്ലാണ്ടാക്കി ഇട്ടേക്കുവാണേ. അതേ തല മറന്ന് എണ്ണ തേക്കരുത്. അല്ല, അമ്മയുടെ അന്യൻ സിനിമയ്ക്കകത്ത പോലെ എന്ത് ആന്റി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയോ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ലില്ലിപ്പെണ്ണിനെ കുറിച്ച് പറയാണ്ട് ഇതിലേക്ക് ഇങ്ങനെ തേനും പാലും ഇങ്ങനെ ഒലിച്ചു വരും. ശൂലം എടുത്തോണ്ടിരിക്കുന്നു. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യമേ പറയാവൂ. സാധാരണ ലില്ലിപ്പെണ്ണിന് അവിടെ എന്തെങ്കിലും വിശേഷാൽ മേടിച്ചു കൊടുത്താൽ ഈ പറഞ്ഞ കുണ്ടക്കറ് ഉണ്ടാകേണ്ടത് ഇന്ത ഏരിയയിലാണല്ലോ. എന്ത് പറ്റി? ഫ്ലാറ്റ്
ഓടാ. പറ, നീ അമ്മ ആദ്യമേ കയറി കുണ്ടക്കറവ് അടിച്ചത് കൊണ്ടാണ് അത് ഏക്കത്തിൽ നേരിട്ട് വിട്ടുപോയതാണ്. സത്യം പറഞ്ഞ എന്താന്നറിയാമോ, ഉള്ളിലൊരു വല്ല സാരിയോ അല്ലെങ്കിൽ വല്ല ചുരിദാറോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാനൊരു കുണ്ടക്കറവ് എടുത്തേനെ. ഇതിപ്പോ സ്വർണ്ണല്ലേ, ഞാനെങ്ങനെ പറയും 2 മാല മേടിക്കാൻ അവനോട്. ഞാൻ വേറൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നീ ഇപ്പൊ അമ്മ അവര് ഇവരെന്നൊക്കെ പറഞ്ഞല്ലോ, നിനക്ക് ഇതേപോലെ പൈസ കിട്ടുമായിരുന്നെങ്കിൽ നീ ആർക്ക് മാല മേടിക്കും? ആരോ വണ്ടി കൊണ്ട് വന്ന് ഫോൺ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഇല്ലേ, എനിക്ക് റോസ്മേരിക്കും കുഞ്ഞുങ്ങൾക്കും. ഓക്കെ ശരി, ഫോൺ എടുക്കട്ടെ. എന്ത്? എനിക്കിതൊന്ന് അതിന്റെ കൂട്ടത്തിൽ തങ്കച്ചേട്ടത്തിക്കും ലില്ലിപ്പെണ്ണിനും. എനിക്ക് വേണ്ട, ഞാൻ എന്തിനാ നിന്റെ മാല മേടിക്കുന്നത്? എനിക്ക് കുഞ്ഞമ്മച്ചിനൊന്ന് വിളിക്കണം. അല്ല, അമ്മച്ചിക്കും. റോസ്മേരി, കുഞ്ഞുങ്ങൾ, അമ്മച്ചി, തങ്കച്ചേട്ടത്തി, ലില്ലിപ്പെണ്ണ്. ഇതുകൊണ്ടാണ് എനിക്ക് 10 പൈസയുടെ ഉപകാരം ദൈവം അറിഞ്ഞ് തരാത്തത്. മാല കണ്ടുപിടിച്ചതിനൊക്കെ പിടി വെച്ചോളൂ. എനിക്കാ അത്ഭുതം. അടുക്കളയിൽ നിന്ന് ഞാൻ ശബ്ദം കേട്ടായിരുന്നു, പിന്നെ ഒന്നും കൂടെ പോണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുത്തോണ്ട് വന്ന. അമ്മയ്ക്ക് വേണ്ടാന്നു. അമ്മയുടെ പരിഭവം ഇതുവരെ മാറിയിട്ടില്ല. അറിയില്ലേ, സാരല്ല, പ്രായമുള്ള ആളല്ലേ, 19 വയസ്സായില്ലേ, സമയം എടുക്കും. അപ്പൊ നമ്മളൊന്നും ഉണ്ടായിരുന്ന മതി, അങ്ങ് മാറിക്കോളും. ആ അറിയാൻ മതിയായിരുന്നു. തങ്കച്ചേട്ടത്തി പറയുന്നത് 2 ദിവസം ഗ്യാരണ്ടി ഉള്ളതാണ് പരിഭവത്തിന്. 2 ദിവസം കൊണ്ട് മാറിയേക്കൊള്ളാം, ഇതങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറിക്കോളും, മാറാ അവിടെ പോണത്. പിന്നെ അമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചീരത്തോട്ടത്തിൽ പോയിരുന്നു, ഏറുമാടത്തിൽ ഇരുന്ന്. നിനക്കൊക്കെ എപ്പോഴും ഇതേ ഒരു ചിന്തയാണ്. കൊണ്ടുപോകരുതെന്ന് അമ്മായിക്ക് അത് ഇഷ്ടമല്ലെന്ന്, അതാ ഞാൻ പറഞ്ഞേ. അല്ല, അമ്മാൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കരുതാൻ. അത് വേണമല്ലോ, നമ്മൾ ചെല്ലുമ്പോഴേ അത് വേണം. പെണ്ണുങ്ങൾ അറിയേണ്ട ആൾക്കാരും. നീ എവിടെയാ നിൽക്കുന്നത്? ഇവിടെ കട വീട്ടിൽ. അതല്ല, നീ ഏത് വശത്താണ്? അടിക്കണമെന്നാണ് അടിക്കേണ്ടത് വശത്താണ്? എന്തിന് ഞാനുണ്ട്. അടിക്കണമെന്ന് തീരുമാനം എടുത്താൽ ഞാനുണ്ട്, അടിക്കണമെന്ന് തീരുമാനം എടുത്ത് ഞാനുണ്ട്. ഇങ്ങനൊരു ആളെ വേറെ എവിടെ സംഭവമാണ് അല്ലേ? പോതി. ഹലോ, നിങ്ങളുടെ ഫോൺ എടുത്തുകൊണ്ട് വെച്ചേക്കും ക്ലീറ്റോ. എത്ര പ്രാവശ്യമായി വിളിക്കുന്നത്? പിന്നെ തിരക്ക്, നിങ്ങളെക്കാളും തിരക്കില്ല പൂട്ട സാറിന്. സാറെടുത്തല്ലോ. ഒന്നുമില്ല, ഞാനേ ഈ പേഴ്സിൽ വെച്ച 500-ന്റെ നോട്ടിൽ നിന്ന് ക്ലീറ്റോ പൈസ എന്തെങ്കിലും എടുത്തായിരുന്നോ? പറഞ്ഞിട്ട് പോവാൻ. നിങ്ങൾ എടുത്തോ? ചിട്ടി പൈസന്ന് പൈസ എടുത്തോ? തിരിച്ചു വെക്കൂന്നല്ല, എടുത്തോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടത്. പൈസ എടുത്തിട്ട് പോയല്ലേ? എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ല. ഞാൻ ഈ വീട്ടിലല്ലേ ജീവിച്ചിരിക്കണത്. കണ്ടവന്റെ പൈസയാന്ന് ഓർക്കണം ക്ലീറ്റോ. വേഷം കെട്ട് കാണിക്കരുത്. നിങ്ങൾ എന്തിനാ പൈസ എടുത്തത്? പാർട്ടി പരിപാടിക്ക് പോകാൻ പൈസ ഇല്ലെങ്കിൽ പോവണ്ട നിങ്ങൾ. അതെ, നിങ്ങളുടെ കണക്കിൽ 1500 കൂടി എഴുതാൻ പോവാ കേട്ടാ. ആ കണക്ക് വെച്ചിട്ടുണ്ട്. ആ പോവാ. ക്ലീറ്റസിനെ പോലെ കണക്കെടുത്ത് തന്നെയാടി ജോലി. കണക്ക് വെക്കും. ആ ഭർത്താവാണെങ്കിൽ എന്താ ഇപ്പൊ ഈ മാസം പറ്റിയേക്കണത് 5870 രൂപ. ഈ മാസം തീരുമ്പോ പൈസ തന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താ നിങ്ങള്. ആ വെച്ചോ. അമ്മ എന്നാ പറഞ്ഞു? അല്ല, നിനക്കും ക്ലീറ്റസിനെ പോലെ കണക്കെടുത്താണോ ജോലി എന്ന് ചോദിച്ചത്. ക്ലീറ്റോ കള്ളക്കണക്ക് എഴുതണ പോലെയാണോ ഞാൻ എന്റെ ചിട്ടി പൈസയുടെ കാര്യങ്ങൾ എഴുതണത്? അതിന്ന് 1500 എടുത്തിട്ട് പോയമ്മേ. ഈ മെനക്കെട്ടതിന് എന്ത് ചെയ്താ മതിന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു ആയിപ്പോയല്ലോ, എന്ത് കഷ്ടമെന്ന് ചോദിക്കണ്ടേ. എന്റെ പൊന്നെ, അമ്മയ്ക്ക് കഴിക്കാൻ എടുക്കട്ടെ? കഴിച്ച എന്തെങ്കിലും? ഞാൻ കഴിച്ചു. എടി മിടുക്കി, അപ്പൊ വഴക്ക് മാറിയാ? എന്തോന്ന് വഴക്ക്? ആരോടെ വഴക്ക്? ലില്ലിനോടും കനകനോടും. മാല മേടിച്ചു തന്നില്ല എന്നും പറഞ്ഞ മുഖം ഒറ്റക്കൊട്ട ഉണ്ടായല്ലോ. അത് പിന്നെ അവന്റെ ഭാര്യയ്ക്ക് അവൻ മാല വാങ്ങിച്ചു കൊടുത്തു. അതിന് ഞാൻ പിണങ്ങുന്നത് എന്തിന്? എൻ്റെ മാല പൊട്ടി കെട്ടി ഒരു പഴഞ്ച മാലയായി പോയി. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, മക്കളെ എനിക്കൊരു പുതിയ മാല വാങ്ങിച്ചാന്ന്. അവനത് മുഖവിലേക്ക് എടുത്തില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടായി. അല്ല, എൻ്റെ പെൻഷൻ പൈസ 2 പേർക്കും കൂടെ വീതിച്ച് കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ഒരു പുതിയ മാല വാങ്ങിക്കായിരുന്നു. അല്ല, അതെൻ്റെ തെറ്റ്. അമ്മയ്ക്കിപ്പോ ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. ഇതുണ്ട്. പിന്നെ എന്നാ? അല്ല, ഇത് പൊട്ടി കെട്ടിയിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ.
അതിന് കുഴപ്പമൊന്നും വിളക്കിച്ചും പഴയതായി പോയി. ഒരു കാര്യം ചെയ്യാമേ, മുത്ത് പഠിച്ചൊരു ഡോക്ടറാവട്ടെ, എന്നിട്ട് ഇത്ര ഇറക്കമുള്ളൊരു മാല, 2 ചുരിദാർ ഞാനിടുന്നുണ്ട്. അമ്മ ഇട്ടോ, മുത്ത് ഡോക്ടറായിട്ട് വേണം എനിക്ക് ജീൻസും ഇതൊക്കെ ഇടാൻ വേണ്ടിട്ട്. നിനക്ക് ഇടാം, എനിക്കിനി വേണ്ട. എന്നുവെച്ചിട്ട് കപ്പയും മീനും എടുത്താലോ? ഞാൻ എടുത്തിട്ട് വരാം, അവിടെ ഇരിക്കും. ഇവിടെ അടുത്ത് പിന്നെ വേറെ ഏതും നല്ല ട്യൂഷൻ ക്ലാസ് ഉള്ളത് മാറ്റാനായിട്ട്? പൂജപ്പര ശരവണം പോറ്റി എന്ന് പറഞ്ഞ എന്റെ വർക്ക്ഷോപ്പിലാണ് വണ്ടി പണിക്കുന്നത്. അയാളുടെ 2ാമത്തെ തല ട്യൂഷൻ ആരും കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകും. അപ്പൊ അച്ഛൻ ഇല്ലാത്തപ്പോഴോ? വലിയ പെണ്ണ് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണ്ടേ? അങ്ങനെ തർക്കിച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടാ? ആരെങ്കിലും ഉള്ളവരെ കൊണ്ടാക്കാൻ അടുത്തുള്ള എവിടെയെങ്കിലും നോക്ക്, പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റുന്ന. അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അതങ്ങ് പറ. എന്ത് ഞാൻ എന്ത് പറയാനാ? നിനക്ക് ആരെങ്കിലും ഉണ്ടോ? വേറെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കാരുമില്ല, അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിച്ചോണ്ടിരിക്കണത്. ആ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് സുരേഷിനോട് ഒരു സ്ഥലം വരെ പോണായിരുന്നു. ആണോ? ട്യൂഷൻ ക്ലാസ്സിലെ കാര്യം പറയായിരുന്നു ചേച്ചി. അവിടെ അതുങ്ങൾ എവിടുന്ന് മാറ്റണമെന്ന് ഒന്നും പഠിപ്പിക്കണില്ല അവര്. ഇനി അവര് പഠിപ്പിച്ചിട്ടാണ് ഇവര് പഠിക്കാത്തതാണെന്ന് ആർക്കറിയാം. രണ്ടുണ്ട്. അമ്മ അവിടെ വന്ന് ഇതൊക്കെ തിന്ന്, എന്താണ് കപ്പയും മീനൊക്കെ. വഴക്കൊന്നും ഇല്ലാന്ന് തോന്നല്ലോ. ഇവിടെ വന്നിട്ട് അമ്മ ഇതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞല്ലോ. കഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വിളമ്പിയൊന്നും കൊടുക്കണ്ട, തനിയെ വിളമ്പി കഴിക്കും. എന്നോടും മിണ്ടണില്ല. അതെ അമ്മയ്ക്ക് ഒരു വഴക്കൂലെന്ന് അമ്മേനോട് ഞാൻ ചോദിച്ചു അമ്മേനോട്. അപ്പൊ അമ്മ പറഞ്ഞു, എടി പെണ്ണെ, ഞാൻ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കണത്? അവന്റെ ഭാര്യയ്ക്ക് അവൻ മാല മേടിച്ചു കൊടുക്കണേന്ന് എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് ആരോടും വഴക്കില്ലാന്ന്. പിന്നെ എന്താ എന്നോട് മിണ്ടാത്തത്? ഞാൻ വിളമ്പി കൊടുത്ത എന്താ കഴിക്കാത്തത്? മനസ്സിലായില്ലേ? തങ്ങളുടെ ചേട്ടത്തിയോട് മറച്ചു വെച്ചാണ്. എന്തിന് എന്നോട് എന്തിനാണ് പറയണേ? ഇനി എന്റെ പേര് നിങ്ങൾ പടവെട്ടി അങ്ങോട്ട് ചെല്ലുമെന്ന് കരുതിയിട്ടായിരിക്കും. അതന്നെ ചേച്ചിയോട് പറയാഞ്ഞിട്ടാ. ഇവിടെ എന്തായാലും ആരോടും മിണ്ടണില്ല. വഴക്ക് മാറിയെന്ന് വിചാരിച്ചിട്ടാ. ആദ്യം ഇനിയായി മാലയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ അമ്മ വഴക്ക് മാറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമെന്ന് ആരറിഞ്ഞു? സത്യം അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. അതാണ് ഞാനത്. ഇനി പിന്നെ ആകെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സയാസിന്റെ ഒരു ചിട്ടി കിടപ്പുണ്ട്, അത് പിടിച്ചിട്ട് നമുക്ക് ഒരു മാല മേടിച്ചു കൊടുക്കാം. നിനക്ക് പിന്നെ ഭാരാവൂലടാ, പിന്നെ അത് അടക്കണ്ടേ? അത് ആർക്കെങ്കിലും മനസ്സിലാവും, ആരെങ്കിലും ചിന്തിക്കാം. അല്ല, അതിന് എത്ര നാളെടുക്കും? 2 മാസം എടുക്കും. അപ്പൊ ആ 2 മാസം വരെ ഞാൻ ഇത് സഹിക്കണോ ഏട്ടാ? നീ സഹിക്കുന്നില്ല, അത്ര നാൾ അമ്മ വിഷമിച്ചിരിക്കുകയും ചെയ്യുമല്ലോ. വിഷമിച്ചിരിക്കുന്നത് പോട്ടെ, അതിന് എന്നോട് മിണ്ടുവോ ചേച്ചി? പിന്നെ ഞാനൊരു ചീഞ്ഞ ഐഡിയ പറയാം, അത് വർക്കൗട്ട് ചെയ്ത് തന്നെ പെറുമാറും. തങ്കച്ചേട്ടത്തേക്ക് ചിട്ടി അടിച്ച മിച്ചം പൈസ കൊടുത്ത് ചിട്ടി അടിച്ചിട്ടില്ല. കള്ളത്തരം പറയണമെന്ന്. പൈസ മിച്ചം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഒരു ഓൾഡ് ഗോൾഡിന്റെ മാല മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കും. നീ പറഞ്ഞപ്പോഴേ കറക്റ്റ് ആണ്. ചീഞ്ഞ ഐഡിയ ആണ് ഇത്. ഈ പരിപാടി കൊണ്ട് നടക്കും. അമ്മയ്ക്ക് അങ്ങനെ ചെയ്യരുത്. അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഗോൾഡ് ആയിട്ട് കിടക്കാൻ പറ്റും. ഒരു ഐഡിയ കൊണ്ട് ഇറങ്ങി. നീ എന്ത് മണ്ടത്തര പറയണത്? അതുമല്ല, ഗോൾഡ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത അമ്മ അറിയത്തില്ല. പിന്നെ അമ്മയ്ക്കെല്ലാം കണ്ടറിയാം. പോടുന്നു എന്റെ പൊട്ടിക്കാലികളെ, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സാധനമുണ്ട്. 3-4 മാസത്തേക്ക് അത് വെളുക്കത്തില്ല, ആരും അറിയത്തില്ല. അത് കൊണ്ടുവച്ചിട്ട് മുക്കോണ്ട കടയിൽ പണയം വെച്ച് പൈസ മേടിച്ചു വരുന്നുണ്ട്. അങ്ങനെ പിടിക്കാനാണെങ്കിൽ റോസ്മരി എന്നെ കൊങ്ങാക്കി പിടിക്കത്തില്ല. കുരിശുമാല ഇടയ്ക്ക് വെച്ച് മാറ്റിയിട്ട് ഞാൻ അങ്ങനെയല്ലേ വെച്ച് ചെയ്തേ. അറിയത്തില്ല. ഈ പറഞ്ഞ സഹായദാസന്റെ ചുറ്റും 3 മാസം കഴിയുമ്പോൾ കിട്ടുമോ? 4 മാസം വരെ ഈ സാധനം കളറില്ലാതെ പോകും. അപ്പൊ കൊടുക്കുമ്പോ ഇതേ മാല മച്ചമ്പയെ കൊണ്ട് മേടിച്ചു കൊടുക്കും. കലാസ്. സന്തോഷം. മോശമല്ലേ ചേച്ചി? എന്നോട് അത്രയും നാള് അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വഴക്കടിച്ചോണ്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പൊ വാങ്ങിക്കുന്ന അതേ മോഡല് തന്നെ 4 മാസം വാങ്ങിച്ചാൽ മതിയല്ലോ. അമ്മയുടെ വിഷമം എന്തായാലും അങ്ങനെ നിൽക്കൂല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൈസ എന്റെ കയ്യിലില്ലേ? എന്റെ മാല വാങ്ങിക്കാൻ അത് ഞാൻ കൊടുത്തോളാം. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ പോണത് നേരെ വീട്ടിലോട്ട് പോയേക്കണം. നേരെ ഏട്ടന്റെ പുറകിലോട്ട് പോകരുത്. ചെന്ന് പറയും, ഏട്ടൻ ഇപ്പൊ അറിഞ്ഞിട്ടില്ല, അവനറിയണ്ടേ? അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അറിഞ്ഞോളും. എന്നിട്ട് ഞാനൊരു നയത്തിന് അവനോട് പറയാം. ചേച്ചി അത് മേടിക്കാൻ പോകുന്ന കാര്യം ഇപ്പൊ പറയണ്ട. ഇപ്പൊ ചേച്ചി പറഞ്ഞത് കൊളവാക്കും. ഞാനത് ഒരു തഞ്ചത്തിൽ പറഞ്ഞോളാം. ചെല്ലുപോ. എനിക്കറിയില്ല, ഞാൻ പോവാ. വീട്ടിലോട്ട് തന്നെ പോണേ. പൊന്നെ പൊക്കോളാം. കിടക്കാച്ചി ഐഡിയ പറഞ്ഞു ജ്യൂസ് അടി. ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാനൊന്നും പറ്റത്തില്ല, മൊത്തം എന്തേ വാടിപ്പോയി. എത്ര രൂപയൊക്കെ ആവും ഒരു മാലയ്ക്ക്? അത് 1 ഗ്രാം തങ്കത്തിൽ പറഞ്ഞ 2500-3000 രൂപയ്ക്കകത്താവും. അത്രയാവോ? അധികം വലിയ നല്ല മോഡലൊന്നും വാങ്ങിക്കണ്ട. നിനക്ക് കൊണ്ടുവന്ന മാലയുടെ അതേ തൂക്കം വരണ്ടേ? തീരം കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അത് തൂക്കം കുറഞ്ഞതിന്റെ പേര്
2500 എത്രയാവും? ബാക്കി ഞാൻ കൊണ്ടുതരാം. ബില്ല് സഹിതം കൊണ്ടുവരാം. തീർന്നേ. അതെന്തായാലും വേണം. വേണം. ഗ്യാരണ്ടി ബില്ലുണ്ട്. യൂസില്ലേ? താങ്ക് യു. ബാ പൈസ എടുത്തോ. ഐഡിയയും കൊടുക്കണം, ചെലവും ചെയ്യത്തില്ല. അരപ്പവൻ പൊന്നുകൊണ്ട് അരയിലൊരേല. നിന്റെ കാര്യം നോക്കി കറിവെച്ച് കിടക്കുവാന്ന്. ഞാൻ കറിയിക്കുന്നത് എനിക്ക് വേറെ ജോലിയില്ല. ആ ശരിയാ, മോൻ കണ്ട ഒട്ടും കറുവത്തില്ല. എന്തൊരു നൈർമല്യത. ഇതിന്റെ ഇതൊക്കെ ഇടാൻ എനിക്ക് ഈ മാല പൊട്ടിയതാണോ? ഞാൻ പൊട്ടിച്ചത് എന്താ വേണം എനിക്ക് തോന്നിയിട്ട്. പൊട്ടിയതാണോ വിളക്കിയതാണോ മാറിയില്ലെന്നൊക്കെ പറയുന്ന കേട്ടാ. ചോദിച്ചാൽ പൊട്ടുമ്പോ വിളക്കും, നൂല് കൊണ്ട് കെട്ടിയിടും, അതൊക്കെ സാധാരണയാണ്. എന്നിട്ടാന്ന് പിന്നെ ആരും മാറി തന്നില്ലെന്നും പറഞ്ഞ് ലില്ലിപ്പെണ്ണ് കനകമ്മച്ചയ്ക്ക് മാല കൊണ്ട് കൊടുത്തപ്പോ തീർത്ത് കെട്ടിയത്. പിന്നെ അവര് ചെറുപ്പക്കാരല്ലേ, അവരല്ലേ പുറത്തു പോകുന്നത്. അമ്മ ഇപ്പൊ അങ്ങനെയുള്ള യാത്രകളൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അവർക്കല്ലേ വേണ്ടത് പൊട്ടാത്ത മാല. അവരിട്ടോട്ട് നടക്കട്ടെ, അതിന് എനിക്കെന്ത്? ഞാൻ വല്ലതും പറഞ്ഞ അവന് പറയണ്ടല്ലോ. മുഖം ഇങ്ങനെ തിലോട്ട് ആക്കി വെച്ചിരുന്നാ പോരെ. എന്റെ പെൻഷൻ കാശ് ഉണ്ടാകുന്ന എനിക്ക് എത്ര മാല വാങ്ങിക്കാറുള്ളത്. എനിക്കൊരു ലോട്ടറി അടിക്കാന്ന് അമ്മക്ക് കിടക്കാച്ചൊരു സ്വർണ്ണമാല ഞാൻ മേടിച്ചു. ലോട്ടറി അടിക്കാനിരിക്കുകയാണ്. ഈ കെറു മാറാൻ എന്തോ ചെയ്യണം അത് പറ. നീ എന്റെ കെറു മാറ്റണ്ട. എന്റെ കെറു അങ്ങനെ ഇരുന്നോട്ട്. സന്തോഷം വരാൻ ഒരു വർത്താനം പറയട്ടെ. എന്താണ് നിനക്ക് സന്തോഷം വരുന്ന വർത്താനം, സങ്കടം വരുന്ന വർത്താനം? തങ്കം ചേട്ടത്തിക്ക് ചിട്ടിപ്പൈസയുടെ ബാക്കി പൈസ കിട്ടി. അതുകൊണ്ട് അമ്മയ്ക്ക് മാല മേടിക്കാൻ പോവാ ഞാൻ. സത്യം പറഞ്ഞയാള്. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ആരോടും പറയണ്ട. മാല കൊണ്ടുവന്ന് തരുമ്പം അറിഞ്ഞാൽ മതി. അതെ, എന്റെ മോളല്ലേ ഉള്ളു. അതാണ് അവർക്ക് സ്നേഹമുണ്ട്. സന്തോഷമായോ? ഞാൻ സന്തോഷത്തിൽ ഒരു 500 തന്നെ. പൈസ കയ്യിലില്ലടാ. ഉണ്ടെങ്കിൽ തരത്തില്ലേ? സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നൊക്കെ എടുത്ത് ചെലവാക്കിയില്ലേ. ഞാൻ പോയിട്ട് വരാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാല ചാർത്തി. പകിച്ചടാ എന്ത് നീ കള്ളം നീ മാല പൈസ തികഞ്ഞില്ല. തങ്കഞ്ഞേട്ടത്തെ വിളിച്ചോ പറഞ്ഞു ബാക്കി പൈസ കൊടുത്ത് പിന്നെ മേടിക്കാന്ന് പറഞ്ഞു. പിന്നെ മേടിക്കാന്ന് പറഞ്ഞു. എടാ എന്നാലും നീ എന്ത് പണിയാടാ ചെയ്തത്? എന്തെങ്കിലും ചെയ്തത് മേടിക്കണ്ടേ? അതെ, വാങ്ങിക്കേണ്ടതായിരുന്നു. സ്വർണ്ണക്കട ചെന്ന് നമുക്ക് പറ്റു പറയാൻ പറ്റുമോ? പരിചയമില്ലാത്തവരല്ലേ. പറയാൻ പറ്റുമോ? നേരത്തെ വിളിച്ച് പറയണം. പക്ഷെ എന്നാലും കഷ്ടമായി പോയി. അമ്മ അത്രേ ആഗ്രഹിച്ച. സാരമില്ല, ഇപ്പൊ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം. കണ്ടാടാ ഇപ്പൊ ഞങ്ങക്ക് അമ്മേനോടുള്ള സ്നേഹം കണ്ട. അയ്യോ കാശുമാല നല്ല രസമുണ്ടല്ലേ? എന്റെ അമ്മേ. ഇത് വെച്ച് നോക്കിയാ അമ്മേടെ. എനിക്ക് ഈ മാല ഇഷ്ടമല്ല. ഇത് പിള്ളേരിടുന്ന മാല, പുതിയ പാഷൻ മാല. ഈ കാശല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ പണ്ടത്തെ കാശ്. അതല്ല അമ്മേ, ഇതിപ്പോ എന്തായാലും ഇനിയിപ്പോ ഇത് മാറാനൊക്കെ നടക്കണ്ട. അമ്മ ഇത് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടാം. എനിക്കിടാൻ നാണക്കേടാ ഇതൊക്കെ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പിന്നെ ഇന്നലെ ലില്ലിക്ക് വാങ്ങിച്ച മാലയില്ലേ, അതെനിക്ക് മതി. ഇത് ലില്ലിക്കോട് നിനക്ക് നല്ലതായിട്ട് ചേരുവ. അതെ, ഇതാണ് നിനക്ക് ചേരുന്നത്. അതാണ് അവക്ക് വാങ്ങിയ മാല ഞാൻ എടുത്തോണ്ടിരാം. അല്ല ഏട്ടാ, അത് പിന്നെ കുഴപ്പമില്ലടി. ഇതല്ലേ അമ്മയ്ക്ക് വാങ്ങിച്ചത്, ഇത് കൊടുക്കാം. പിന്നെ അത് അമ്മയ്ക്ക് ഇത് മറ്റേത് അതും ലില്ലിക്ക് പഴയ ഫാഷൻ. അത് പഴയ ഫാഷൻ അമ്മ. എടി ഞാനൊരു പഴയ ആളല്ലേ, എനിക്ക് പഴയതാ ഇഷ്ടം. അപ്പൊ സാറല്ലേടി, നിനക്ക് ഇത് നല്ല നിനക്ക് ഇതേ ചേരൂ. ഇതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാത്ത?
അല്ല അത് അങ്ങനെ അല്ലല്ലോ. കുഴപ്പമില്ലെന്നേ. ഇതല്ലേ അമ്മ പറഞ്ഞല്ലേ? ആ എനിക്കിതാണ് ഇതാകുമ്പോ അമ്മക്ക് ചേരും. അമ്മയുടെ കയ്യിൽ കിടക്കും. അയ്യോ ഇതാകുമ്പോ നിനക്ക് ഇടയ്ക്ക് കല്യാണത്തിലൊക്കെ കിട്ടും. നല്ല മാല നിനക്ക് ചേരട്ടെ. ഇതിലോട്ട് വെച്ചേരാ. ഇതിലോട്ട് നിനക്ക് അതിന്റെ ഒരു മോതിരം എടുത്ത് തരാം. വേണ്ട. Aliens.